ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? മഴയൊക്കെയാണ്, എന്തായാലും സേഫായിട്ട് എല്ലാവരും ഇരിക്കാം. നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തുഞ്ചൻ പറമ്പിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. പക്ഷേ പാർട്ട് 2 റിലീസാവാൻ കുറച്ച് വൈകി എന്ന് മാത്രം. കുറച്ചെന്ന് പറയുമ്പം അധികമൊന്നും ഇല്ല കേട്ടോ, ഒരു 3-4 മാസം. 3-4 മാസത്തിൽ കൂടുതലായെങ്കിലേ ഉള്ളു. ഈ ഒരു വീഡിയോ എവിടെ, തുഞ്ചൻ പറമ്പിൻ്റെ എവിടുത്തെ ഭാഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മലയാള സാഹിത്യ മ്യൂസിയം ഉണ്ട്. ആ ഒരു മ്യൂസിയത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് തുഞ്ചൻ പറമ്പ് തിരൂരിലെ എന്ന് പറഞ്ഞു, മലപ്പുറം ജില്ലയിലെ. അപ്പം ആ ഒരു തുഞ്ചൻ പറമ്പിൽ എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കാഴ്ചകൾക്ക് പുറമെ അതിലും നമ്മളെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്ന കുറേ അധികം എലമെൻറ്റ്സ് ഒളിഞ്ഞു കിടക്കുന്നൊരു സ്ഥലമാണ് ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിട്ടിരുന്ന അല്ലെങ്കിൽ പൂർവികരായിട്ട് നമുക്ക് കൈമാറി വന്ന ഇന്ന് കാണുന്ന സാഹിത്യം അല്ലെങ്കിൽ ഇന്ന് കാണുന്ന കലാരൂപങ്ങൾ എങ്ങനെയാണ് ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ ഇതുവരെ ഉള്ള അവരുടെ യാത്ര, ആ ഒരു വളർച്ച എന്നിവയെല്ലാം നമുക്ക് ഈ ഒരു മ്യൂസിയം സന്ദർശിക്കുന്നതിലൂടെ അറിയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം വാദ്യോപകരണങ്ങളും അതേപോലെ തന്നെ കലാരൂപങ്ങളെ പറ്റിയിട്ടും എനിക്കറിയാൻ പറ്റിയത് ഈ ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്തതിലൂടെയാണ് കേട്ടോ. അതിൽ കുറച്ച് വാദ്യോപകരണങ്ങളൊക്കെ നമ്മൾ വല്ലപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്സവ പറമ്പിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ കാണുന്ന വാദ്യോപകരണങ്ങൾക്ക് പുറമേ നമ്മൾ ഇതേവരെയായിട്ടും കണ്ടിട്ടില്ലാത്ത, പാഠപുസ്തകങ്ങളിലൂടെ മാത്രം കണ്ടിട്ടുള്ള കലാരൂപങ്ങളെ പറ്റിയിട്ടും അവയുടെ ഉത്ഭവങ്ങളും അതേപോലെ തന്നെ ചുവർ ചിത്രങ്ങളിൽ ഞാൻ നല്ല രീതിയിൽ ആസ്വദിക്കുന്നൊരു വ്യക്തിയാണ്. ചുവർ ചിത്രങ്ങളാണെങ്കിലും എല്ലാം കാണുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയല്ല കേട്ടോ. എല്ലാ മനുഷ്യരെ കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്, ചില കാര്യങ്ങൾ ഇഷ്ടമല്ല. എന്നാൽ അവയോടൊക്കെ കൂടുതലായിട്ടൊരു ആരാധനയും അവരുടെ ആ കഴിവിനോടുള്ള ചെറിയ തരത്തിലുള്ളൊരു അസൂയൊക്കെ തോന്നിയിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഈ ഒരു മ്യൂസിയം സന്ദർശിച്ചതിലൂടെ എനിക്ക് കിട്ടിയത്. എനിക്ക് നാക്കൊക്കെ ഉടക്കുന്നുണ്ട് കേട്ടോ, അതെല്ലാം ഈ ഒരു വീഡിയോയിൽ വേണേ. അപ്പം അത്തരത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള കുറേ അധികം കലാരൂപങ്ങളെയെല്ലാം ഒരു കുടക്കീഴിൽ കോർത്തിണക്കിയിട്ടുള്ള അവരുടെ വളർച്ച, നേരത്തെ പറഞ്ഞ പോലെ വളർച്ചയും അതേപോലെ തന്നെ അവരുടെ ഉത്ഭവവും കാര്യങ്ങളും എല്ലാം ഈ ഒരു മ്യൂസിയം സന്ദർശിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഈ ഓരോ ചുവരും അവരെന്ന് പറയുന്നത് ആ ഒരു മിനിമം സ്പേസിൽ തന്നെ മാക്സിമം നമ്മളിലേക്ക് അറിവും കാര്യങ്ങളും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നോക്കി കണ്ടിട്ടുള്ളത്. ഇത് നമ്മുടെ എഴുത്താണിയും എഴുത്തോലയാണ് കേട്ടോ. പഴയ കാലത്ത്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എഴുതാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കത്തായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എഴുത്താണിയും എഴുത്തോലയാണ് കണ്ടത്. അത്തരത്തിൽ ഒരുപാട് വാദ്യോപകരണങ്ങൾ പിന്നീട് പഴയ കാലത്തുള്ള നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ടറിവോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പാഠപുസ്തകത്തിൽ മാത്രം നമ്മൾ പരിചിതമായിട്ടുള്ള ഒരുപാട് സാഹിത്യകാരന്മാരെ, എഴുത്തുകാരുടെയൊക്കെ വിവരങ്ങളും അവരുടെ ജീവചരിത്രം, അവർ നമ്മളുടെ ഈ ഒരു സാഹിത്യ മേഖലയിൽ തന്നിട്ടുള്ള സംഭാവനകളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു മ്യൂസിയം സന്ദർശിക്കുന്നതിലൂടെ കിട്ടും. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നത്, നിങ്ങൾ തന്നെ പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോയോ.
നമുക്ക് ഈ ഒരു ഏരിയയിൽ മ്യൂസിയത്തിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴത്തേനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഹിത്യകാരന്മാരുടെ സംഭാവനകളും അതേപോലെ തന്നെ അവരുടെ ജീവചരിത്ര കാര്യങ്ങളും മറ്റുമായിരുന്നു ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പാഠപുസ്തകങ്ങളിലൂടെ പരിചിതമായിട്ടുള്ള വ്യക്തികളും അതേപോലെ തന്നെ കുറച്ചധികം അല്ലാതുള്ള കേട്ടറിവുള്ള എഴുത്തുകാരെയൊക്കെ പറ്റിയിട്ട് കണ്ടപ്പോഴും അവരെ പറ്റിയിട്ടൊക്കെ ഒന്ന് വായിച്ചപ്പോഴൊക്കെ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഇവിടെ നമ്മുടെ പഴയ ലിപിയിലുള്ള എഴുത്തും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് തീർത്തും നമുക്ക് കുറച്ച് നേരം മെനക്കെട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ഫുള്ള് കണ്ടൊക്കെ തീർക്കാം. ജസ്റ്റ് ഒന്ന് ഓടിച്ച് അത്യാവശ്യം ഒന്ന് വായിച്ചിട്ട് എടുത്തൊക്കെ നമുക്ക് കണ്ടു തീർക്കാമെന്നുള്ളതേ ഉള്ളൂ. പകരം നമ്മൾ ഇത്തിരി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഓരോ വ്യക്തികളെ പറ്റിയിട്ടും അവർ നൽകിയുള്ള സംഭാവനകളെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരുപാട് PSCക്കും അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഇവിടെ വന്ന് കണ്ട് നോട്ട് ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ വിദേശികളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു എക്സ്പീരിയൻസ് നൽകുന്നൊരു സ്ഥലം തന്നെയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കണം കേട്ടോ. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് മറ്റൊരു സ്പോട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ സ്പോട്ട് ഏതാണെന്നൊക്കെയുള്ള വഴി അറിയാം കേട്ടോ. നമ്മുടെ തുഞ്ചൻ പറമ്പിലെ മലയാള സാഹിത്യത്തിൻ്റെ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് തൊട്ടടുത്ത് ഒരു സ്പോട്ടിലേക്ക് ഉള്ള യാത്രയിലാണ് ഇനി അങ്ങോട്ടേക്ക്. അവിടുന്ന് ഒരു 5-10 മിനിറ്റിനകം സന്ദർശിക്കാൻ പറ്റുന്ന ട്രാവൽ ചെയ്ത് എത്താൻ പറ്റുന്നൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇനിയും ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്. കൂടാതെ എല്ലാവരും സേഫായിട്ടും ഒക്കെ ഇരിക്കുക. മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.